പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ നാം തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ടു. 25ാമത് ദിവസവും തുടരും എന്ന ചിത്രം തന്നെയായിരുന്നു കേരളത്തിൽ നമ്പർ 1. അത് കളക്ഷൻ്റെ കാര്യത്തിലും ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിലും. ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ദിലീപിൻ്റെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രം, അതുപോലെ ബിൻഡോ സ്റ്റീഫൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം, അതുപോലെ സിദ്ദിഖ്, ജാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ, ഉർവശി, മഞ്ജു പിള്ള, ജോണി ആൻ്റണി എന്നീ പ്രമുഖ താരങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച ചിത്രം. എല്ലാവരും തങ്ങളുടേതായ റോളുകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരു ചിത്രം എന്ന് തന്നെ രീതിയിലാണ് ചിത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ 11ാമത്തെ ദിവസത്തെ കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു. ചിത്രത്തിന് കളക്ഷൻ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ വലിയ കുറവൊന്നും നേരിട്ടിട്ടില്ലെങ്കിലും 1,06,00,000 രൂപയിലേക്ക് ചിത്രം താന്നിട്ടുണ്ട്. അത് എല്ലാ ചിത്രങ്ങളും പൊതുവെ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ കുറവാണ്. അങ്ങനെ 10ാം ദിവസം 1,71,00,000 നേടിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം 11ാമത്തെ ദിവസം 1,06,00,000 എന്ന കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 13,18,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യ ഗ്രോഫായിട്ട് 14,08,00,000 കാണിക്കുന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് ഏകദേശം 19-19.5 കോടിയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട കളക്ഷൻ പറയുമ്പോൾ പലരും പറയാറുണ്ട് 25 കോടി കിട്ടിയിട്ടുണ്ട്, 20 കോടി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സർവ്വസാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന വാചകങ്ങൾ തന്നെയാണ്. ദിലീപ് ചിത്രത്തിനോട് എനിക്കെന്തിനാ വൈരാഗ്യം എന്നൊക്കെ പലരും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. ഈ പ്രിൻസിനെ പറ്റി പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രിൻസിനെ വളരെ പോസിറ്റീവായ അഭിപ്രായമൊന്നുമല്ല എൻ്റെ റിവ്യൂ പറഞ്ഞത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ദിലീപിൻ്റെ ചിത്രം നോക്കി കാണുമ്പോൾ ദിലീപിൻ്റെ ചിത്രം അത് മുൻകാല ചിത്രങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദിലീപിനെ തന്നെയാണ് കണ്ടത്. കാരണം കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഒരു പുതുമയൊക്കെ കൊണ്ടുവരാൻ ദിലീപ് എന്ന് പറയുന്ന നടന് കഴിവുള്ള നടനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പുതിയ നടന്മാരോടൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. യുവതലമുറ സിനിമ കാണാൻ കടന്നു വരുമ്പോൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഇത്. അതുതന്നെയാണ് ദിലീപിൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളിലെ ആ ട്രാക്ക് തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലും പിടിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ അഭിപ്രായം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു മോശം ചിത്രമാണെന്നോ ആരും കാണരുതെന്നോ എനിക്ക് അഭിപ്രായമില്ല. ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രമാണ് എന്ന് തന്നെയാണ് ആ റിവ്യൂ പറഞ്ഞത്. ഇനി അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ പടക്കളം. പടക്കളത്തെ പറ്റി ഞാൻ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞത് പൊട്ടിച്ചിരിക്കാൻ, ലോജിക്കൊന്നുമില്ലാതെ പൊട്ടിച്ചിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ചിത്രം പോയി കാണുക. നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്ന് പറയും. ഷറഫുദ്ദീനും അതുപോലെ ഫിറാജ് വെഞ്ഞാറമൂടും ഒന്നിച്ച ചിത്രം, മനു ഫറാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ്റെ ചിത്രം, എല്ലാം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു പടക്കളം. ഇതൊരു വൻ ചിത്രം വിജയമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു വിജയത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഈ ചിത്രം. ഇന്നലെ വിജയാഘോഷം നടത്തുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ അവരൊരു വശം നടക്കത്തെ നിർമ്മാതാവ് വിജയം നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കാരണം നിർമ്മാതാവ് വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിച്ച ചിത്രമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം പടക്കളം എന്ന ചിത്രം എന്നെ അത്ഭുതപ്പെടുത്തിയ ചിത്രമാണ്. ഈ ചിത്രങ്ങളുടെ ടൈറ്റ് മത്സരത്തിനിടയിൽ പടക്കളം പിടിച്ചു നിന്നു, അല്ലെങ്കിൽ പടക്കളം വിജയം കൊയ്തു എന്ന് തന്നെ ഞാൻ കരുതുന്നു. പടക്കളത്തിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ 11ാം ദിവസം ഇത് 1,33,00,000 നേടിയ ഈ ചിത്രം 12ാമത്തെ ഒരു വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ആയിട്ട് പോലും അത് 88,00,000 കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ 9,30,00,000 ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 10,42,00,000. വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 13,50,00,000 രൂപ. നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ നമുക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ വേൾഡ് വൈഡ് കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ എന്നും ഇതിൻ്റെ ചിത്രത്തിൻ്റെ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ഒന്ന് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 13.5 കോടി എങ്കിലും കിട്ടിക്കാണും എന്ന് തന്നെ. സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം ആസിഫ് അലിയുടെ കരിയറിലെ ഒരു മികച്ച ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വരേണ്ട ചിത്രമായിരുന്നു. കാരണം തുടർച്ചയായിട്ട് 50 കോടി അടിച്ച 2 ചിത്രങ്ങൾ, കിഷ്കിന്ദകാണ്ഡവും
രേഖാചിത്രവും. അതിനുശേഷം ഇറങ്ങിയ ചിത്രം ആൾക്കാർക്ക് വളരെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഈ 12ാമത്തെ ദിവസം കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വെറും 3 ലക്ഷം രൂപയാണ് ചിത്രം നേടിയത്. അങ്ങനെ 2,31,00,000 രൂപ ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ത്യാഗ്രോഫായിട്ട് 2,55,00,000 കാണിക്കുന്ന ചിത്രം ഒരു 3.5 കോടിയെങ്കിലും വേൾഡ് വൈഡായിട്ട് നേടിക്കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് സർക്കിട്ടിൻ്റെ പരാജയം എനിക്ക് തോന്നുന്നു പടക്കളത്തിന് നേട്ടമായി മാറി. പടക്കളത്തിനും പ്രിൻസിനും നേട്ടമായി മാറി എന്ന് തന്നെ കരുതേണ്ടി വരും. അതുപോലെ ഒരു 3D ചിത്രം റിലീസായിട്ടുണ്ടായിരുന്നു. ആ ചിത്രം ലവ്ലി എന്ന് പറയുന്ന ചിത്രം 47 ലക്ഷം രൂപയാണ് ഇത് 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അത് വേൾഡ് വൈഡായിട്ട് ഇന്ത്യാഗ്രോഫായിട്ട് കാണിക്കുന്ന 88 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള തുക കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. സംശയം വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും മത്സരിച്ച് അഭിനയിച്ച ചിത്രം സംശയം എന്ന ചിത്രം വിനയ് ഫോർട്ടിൻ്റെ കരിയറിലെ ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രം, അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രമാണ്. അതുപോലെ പ്രേക്ഷക പ്രീതിയൊക്കെ നേടിയ സിനിമ തന്നെയാണ്. പക്ഷേ എന്തോ ഈ ക്ലാഷിനിടയിൽ ഈ ചിത്രം വേണ്ടത്ര കളക്ഷൻ നേടാതെ പോകുന്നു എന്ന് തന്നെ തോന്നുന്നു. സംശയം 39 ലക്ഷമാണ് നേടിയിരിക്കുന്നത് ടോട്ടൽ. ഇത് ഇന്ത്യാഗ്രോഫായിട്ട് കാണിക്കുന്നത് 43 ലക്ഷം രൂപയാണ്. ഇതൊക്കെ തന്നെയാണ് പുതിയ പുതിയ സിനിമകളും ആയിട്ട് ബന്ധപ്പെട്ട കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാനേ പറ്റത്തുള്ളൂ. ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറയാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരും സപ്പോർട്ട് ചെയ്തേരെ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.